ഹായ്, വെൽക്കം ടു HM ഗൈഡൻസ്. ഇന്ന് നമ്മൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ കോഗ്നിസൻസ് ഓഫ് ഒഫൻസസ് ബൈ മജിസ്ട്രേറ്റ് സെക്ഷൻ 190 ആൻഡ് കംപ്ലയിൻറ്റ്സ് ടു മജിസ്ട്രേറ്റ് സെക്ഷൻസ് 200 to 203. സോ തുടങ്ങാം. ചാപ്റ്റർ 14 തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സെക്ഷൻ 190 പറയുന്നത് കോഗ്നിസൻസ് ഓഫ് ഒഫൻസസ് ബൈ മജിസ്ട്രേറ്റ്സ് ആണ്. കോഗ്നിസൻസ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം നിരീക്ഷണം അഥവാ കണ്ടു മനസ്സിലാക്കാനുള്ള കഴിവ് എന്നാണ്. അതിൽ ഫസ്റ്റ് സബ്സെക്ഷനിൽ പറയുന്നത് ഈ അധ്യായത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി 1ാം ക്ലാസ് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ സബ്സെക്ഷൻ 2 പ്രകാരം പ്രത്യേകമായി അധികാരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള 2nd ക്ലാസ് മജിസ്ട്രേറ്റിനോ ഒഫൻസിൻ്റെ കോഗ്നിസൻസ് ഏറ്റെടുക്കാം. എപ്പോഴൊക്കെയാണെന്ന് വെച്ചാൽ ക്ലോസ് എയിൽ പറയുന്നത് അപ്പോൺ റിസീവിംഗ് എ കംപ്ലയിൻറ്റ് ഓഫ് ഫാക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് സച്ച് ഒഫൻസ്, അതായത് അത്തരം കുറ്റകൃത്യങ്ങൾ ഉൾക്കൊള്ളുന്ന വസ്തുതകളുടെ പരാതി ലഭിച്ചാൽ. ബിയിൽ പറയുന്നത് അത്തരം വസ്തുതകളുടെ പോലീസ് റിപ്പോർട്ടിൽ. ക്ലോസ് സിയിൽ പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലാതെ മറ്റേതെങ്കിലും വ്യക്തിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അത്തരം കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ള സ്വന്തം അറിവിൻ്റെ അടിസ്ഥാനത്തിലോ കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ഏറ്റെടുക്കാം എന്നാണ്. ദെൻ സബ്സെക്ഷൻ 2 പറയുന്നത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഏതെങ്കിലും 2nd ക്ലാസ് മജിസ്ട്രേറ്റിനോട് അത്തരം കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം നടത്താനോ അതിനുവേണ്ടി ശ്രമിക്കാനോ അവരുടെ കോമ്പിറ്റൻസിക്കകത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സെക്ഷൻ 1 പ്രകാരം അധികാരപ്പെടുത്താം എന്നാണ്. 15ാമത്തെ ചാപ്റ്ററിലാണ് കംപ്ലയിൻറ്റ്സ് ടു മജിസ്ട്രേറ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് മജിസ്ട്രേറ്റിന്റെ അടുത്തുള്ള പരാതിപ്പെടലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 200ാമത്തെ സെക്ഷനിൽ എന്താണ് പറയുന്നത്? എക്സാമിനേഷൻ ഓഫ് കംപ്ലൈനന്റ്, പരാതിക്കാരന്റെ പരിശോധന. പരാതിയിൽ കുറ്റം മനസ്സിലാക്കിയ ഒരു മജിസ്ട്രേറ്റ് പരാതിക്കാരനെയും ഹാജരാക്കിയ സാക്ഷികളെയും എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പരിശോധിക്കുകയും അത്തരം പരീക്ഷയുടെ സത്ത രേഖാമൂലം കുറിച്ചുവെക്കുകയും പരാതിക്കാരനും സാക്ഷികളും കൂടാതെ മജിസ്ട്രേറ്റും അതിൽ ഒപ്പിടുകയും ചെയ്യണമെന്നാണ്. പരാതി രേഖാമൂലം നൽകുമ്പോൾ പരാതിക്കാരനെയും സാക്ഷികളെയും മജിസ്ട്രേറ്റ് പരിശോധിക്കേണ്ടതില്ല. താഴെ പറയുന്ന ക്ലോസുകളിൽ അതൊന്നും കൂടെ വിശദീകരിച്ചിരിക്കുന്നു. ക്ലോസ് എയിൽ പറയുന്നത് ഔദ്യോഗിക ജോലികളിൽ നിന്നും വിടുതൽ നൽകിയ ഒരു ഉദ്യോഗസ്ഥൻ ആക്ട് ചെയ്യുകയോ ആക്ട് ചെയ്യുന്നതായി സൂചിപ്പിക്കുകയോ ചെയ്താലോ അല്ലെങ്കിൽ കോർട്ട് തന്നെ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ, അഥവാ ക്ലോസ് ബിയിൽ എന്താണ് പറയുന്നത്? മികച്ച രീതിയിൽ കേസ് കൈകാര്യം ചെയ്യുന്നതിനായി സെക്ഷൻ 192 പ്രകാരം മറ്റൊരു മജിസ്ട്രേറ്റിന് കേസ് കൈമാറുമ്പോഴും എക്സാമിനേഷന്റെ ആവശ്യമില്ല എന്നാണ്. ഇവിടെ നിന്നുമാണ് FSO PSCയുടെ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അതെന്തായിരുന്നു? എക്സാമിനേഷൻ ഓഫ് കംപ്ലൈനന്റ് ബൈ ദ മജിസ്ട്രേറ്റ് ടേക്കിംഗ് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ഈസ് നോട്ട് റിക്വയർഡ് ഇഫ് എന്നായിരുന്നു. അതിന്റെ ഉത്തരം കോർട്ട് ഹാസ് മെയ്ഡ് ദ കംപ്ലൈന്റ് എന്നായിരുന്നു. അതായത് കോർട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എക്സാമിനേഷൻ ഓഫ് കംപ്ലൈനന്റ് എന്ന ഒരു പ്രൊസീജിയറിന്റെ ആവശ്യമില്ല എന്നാണ്. പിന്നീട് എന്താണ് പറയുന്നത്? പരാതിക്കാരനെയും സാക്ഷികളെയും പരിശോധിച്ചതിന് ശേഷമാണ് നിലവിലുള്ള മജിസ്ട്രേറ്റ് പുതിയ മജിസ്ട്രേറ്റിന് കേസ് കൈമാറുന്നത് എങ്കിൽ ആ പുതിയ മജിസ്ട്രേറ്റ് അവരെ വീണ്ടും പരിശോധിക്കേണ്ടതില്ല എന്നാണ്. ഓക്കെ. സെക്ഷൻ 201 പ്രൊസീജിയർ ബൈ മജിസ്ട്രേറ്റ് നോട്ട് കോമ്പിറ്റന്റ് ടു ടേക്ക് കോഗ്നിസൻസ് ഓഫ് ദ കേസ് ആണ് പറയുന്നത്. അതായത് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് തൻ്റെ കോമ്പിറ്റൻസിയിൽ വരാത്ത ഒരു മജിസ്ട്രേറ്റിനാണ് പരാതി നൽകിയത് എന്നിരിക്കട്ടെ. കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെങ്കിൽ എബിലിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു മജിസ്ട്രേറ്റിന് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ഏറ്റെടുക്കാനുള്ള കഴിവില്ല, കോമ്പിറ്റൻസി ഇല്ല എന്നിരിക്കട്ടെ. അപ്പോൾ താഴെ പറയുന്ന ക്ലോസുകളിലെ പോലെ ചെയ്യണം. ക്ലോസ് എയിൽ പറയുന്നത് പരാതി രേഖാമൂലം ഉണ്ടെങ്കിൽ ശരിയായ കോടതിയിൽ ഹാജരാക്കുന്നതിന് അത് എൻഡോഴ്സ്മെന്റോടുകൂടെ തിരികെ നൽകണം എന്നാണ്. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ അംഗീകാരത്തോടുകൂടെ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തലോടുകൂടെ. ഓക്കെ. ദെൻ ബിയിൽ പറയുന്നത് പരാതി രേഖാമൂലമില്ലെങ്കിൽ പരാതിക്കാരനെ ശരിയായ കോടതിയിലേക്ക് നയിക്കണം. സെക്ഷൻ 202 എന്താണ് പറയുന്നത്? പോസ്റ്റ്പോൺമെന്റ് ഓഫ് ഇഷ്യൂ ഓഫ് പ്രോസസ്, അതായത് ഒരു പ്രോസസ്സിന്റെ ഇഷ്യൂ നീട്ടിവെക്കൽ. ഇവിടെ എന്താണ് പറയുന്നത്? ഏതെങ്കിലും മജിസ്ട്രേറ്റിന് കോഗ്നിസൻസ് ഓഫ് ഒഫൻസ് ഏറ്റെടുക്കേണ്ട രീതിയിലുള്ളതോ അല്ലെങ്കിൽ സെക്ഷൻ 192 പ്രകാരം കൈമാറ്റം ചെയ്യപ്പെട്ടതോ ആയ കുറ്റത്തിന്റെ പരാതി ലഭിച്ചാൽ അദ്ദേഹത്തിന് അനുയോജ്യമെന്ന് തോന്നുകയാണെങ്കിൽ
കൂടാതെ മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് അക്യൂസ്ഡ് വൺ, അതായത് കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി താമസിക്കുന്നത് എങ്കിലും ഈ അക്യൂസ്ഡിനെതിരെയുള്ള പ്രോസസ്സുകളുടെ ഇഷ്യൂയിങ് നീട്ടിവെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒന്നുകിൽ കേസ് സ്വയം അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഉചിതമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പോലീസ് ഓഫീസറെയോ മറ്റേതെങ്കിലും യോജിച്ച വ്യക്തിയെയോ കേസ് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിലേക്കായി നിയോഗിക്കാം. അന്വേഷണത്തിനായി അത്തരം നിർദ്ദേശങ്ങൾ ഒന്നും നൽകരുത്. ഏതൊക്കെ കാര്യങ്ങളിലാണ്? ക്ലോസ് എയിൽ പറയുന്നു, പരാതിപ്പെട്ട കുറ്റം സെഷൻ കോടതിക്ക് മാത്രമുള്ളതാണെന്ന് മജിസ്ട്രേറ്റിന് തോന്നുന്നിടത്ത്. അഥവാ ബിയിൽ എന്താണ് പറയുന്നത്? where the complaint has not been made by a court. കോർട്ടല്ല കംപ്ലൈന്റ് ചെയ്തത് എങ്കിൽ. പിന്നീട് അവിടെ എന്താണ് പറയുന്നത്? unless the complainant and the witnesses, if any, have been examined on oath under section 200. സബ്സെക്ഷൻ 2-ൽ എന്താണ് പറയുന്നത്? ഒന്നാമത്തെ സബ്സെക്ഷന് കീഴിലുള്ള അന്വേഷണത്തിൽ മജിസ്ട്രേറ്റിന് അനുയോജ്യമെന്ന് തോന്നുകയാണെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യിച്ചതിന് ശേഷം സാക്ഷികളുടെ തെളിവുകൾ എടുക്കാം. പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ദ മജിസ്ട്രേറ്റ് ദാറ്റ് ദ ഒഫൻസ് കംപ്ലൈന്റ് ഓഫ് ഈസ് ട്രയബിൾ എക്സ്ക്ലൂസീവ്ലി ബൈ ദ കോർട്ട് ഓഫ് സെഷൻ. അതായത് പരാതിപ്പെട്ട കുറ്റം സെഷൻ കോടതിക്ക് മാത്രമുള്ളതാണെന്ന് മജിസ്ട്രേറ്റിന് തോന്നിയാൽ ആ മജിസ്ട്രേറ്റിന് പരാതിക്കാരനോട് തൻ്റെ എല്ലാ സാക്ഷികളെയും ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് പരിശോധിക്കുന്നതിലേക്കുമായി ആവശ്യപ്പെടാം എന്നാണ്. മൂന്നാമത്തെ സബ്സെക്ഷനിൽ എന്താണ് പറയുന്നത്? ഒന്നാം സബ്സെക്ഷൻ പ്രകാരം അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കോഡ് പ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഓഫീസർക്ക് വേണ്ടുന്ന വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒഴികെയുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരിക്കും എന്നാണ്. അതായത് വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബാക്കി എല്ലാ അധികാരങ്ങളും ഒരു പോലീസ് ഓഫീസറുടേതായിട്ടുള്ള എല്ലാ അധികാരങ്ങളും ഇയാൾക്കും ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. സെക്ഷൻ 203-ൽ പറയുന്നത് ഡിസ്മിസൽ ഓഫ് കംപ്ലൈന്റ്, അതായത് പരാതി തള്ളിക്കളയുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 203-ൽ പറയുന്നത്. പരാതിക്കാരന്റെയും സാക്ഷികളുടെയും സത്യപ്രതിജ്ഞാ പ്രസ്താവനകളും 202-ാമത്തെ വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിന്റെയോ ഫലങ്ങളും പരിഗണിച്ച ശേഷം മുന്നോട്ടു പോകാൻ മതിയായ അടിസ്ഥാനമില്ലെന്ന് മജിസ്ട്രേറ്റിന് അഭിപ്രായമുണ്ടെങ്കിൽ പരാതി തള്ളിക്കളയാവുന്നതാണ്. അത്തരത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളിലും അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ ഹ്രസ്വമായി രേഖപ്പെടുത്തുകയും വേണം. ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്